വെജിറ്റബിൾ നൂഡിൽസിനായിട്ട് ഒരു പീസ് നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഈ നൂഡിൽസ് വേവിച്ചെടുക്കണം. അതിനായി ഒരു പാനിൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. ഈ വെള്ളത്തിലേക്ക് 2 പിഞ്ച് ഉപ്പിടാം. 1/4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇനി വെള്ളം തിളയ്ക്കാൻ വെക്കാം. വെള്ളം തിളയ്ക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് മൂടി വയ്ക്കാം. വെള്ളം തിളയ്ക്കുമ്പോഴേക്കും ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം അരിഞ്ഞെടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ. ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം എടുത്താൽ മതി. ക്യാപ്സിക്കം കനം കുറച്ച് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി ഈ 3 ബീൻസ് പയർ അരിഞ്ഞെടുക്കാം. പയർ അരിയുമ്പോഴും ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി ക്യാരറ്റിൻ്റെ 1/2 ഭാഗം എടുക്കാം. അതും കനം കുറച്ച് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് സെൻറ്റർ കട്ട് ചെയ്യാം. ക്യാബേജിൻ്റെ ഒരു പീസ് അരിഞ്ഞെടുക്കാം. ക്യാബേജ് ഇത്തിരി അധികം ആയാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ നീളത്തിൽ അരിയുക, സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്യുക. ഇനി ഒരു പച്ചമുളക് അരിഞ്ഞെടുക്കാം. പിന്നെ ഈ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗവും പച്ച ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞെടുക്കാം. ഇനി വെളുത്തുള്ളിയിലെ ഈ ഒരു അല്ലി ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. ഒരല്ലി മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഇത്രയും മല്ലിയില വേണം. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് റെഡിയാക്കാം. നമ്മൾ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇത് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നൂഡിൽസ് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഊറ്റി വയ്ക്കാം. ഇതിലെ വെള്ളം ഊറ്റിയതിന് ശേഷം നല്ല തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഇത് മേലെ ഒഴിച്ച് കൊടുത്താൽ ഇത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 1/2 ടേബിൾ ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗം അരിഞ്ഞതിടാം. ഒരു പച്ചമുളക് അരിഞ്ഞതിടാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച എല്ലാ വെജിറ്റബിൾസും ഇടാം. ഇതിലേക്ക് 2 പിഞ്ച് ഉപ്പിടാം. ഇനി വെജിറ്റബിൾസ് വാടുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, വെന്ത് പോവരുത്. നമ്മൾ നൂഡിൽസ് കഴിക്കുമ്പോൾ അതിൽ കടിക്കാൻ വേണം കേട്ടോ വെജിറ്റബിൾസൊക്കെ. വെജിറ്റബിൾസ് എല്ലാം വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടേബിൾ ടീസ്പൂൺ ചില്ലി ടൊമാറ്റോ സോസ് ഒഴിക്കാം. ലാസ്റ്റ് ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ പച്ച ഭാഗം ഇടാം. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ലാസ്റ്റ് ഇതിലേക്ക് വേവിച്ച് വെച്ച നൂഡിൽസ് ഇടാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്യാനായിട്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റബിൾ ഇഷ്ടമില്ലാത്ത കുട്ടികളും ഇത് കഴിക്കും അല്ലേ മുത്തൂസേ? ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഒപ്പം തന്നെ ചൂടോട് കൂടി തന്നെ ഇതിൻ്റെ മേലെ മല്ലിയില ഇട്ട് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ വെജിറ്റബിൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. സൂപ്പർ ഫ്രണ്ട്സ്, വെജിറ്റബിൾ നൂഡിൽസ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഓക്കെ ബൈ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ